ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. എല്ലാവരും സുഖത്തോടും സൗഖ്യത്തോടും ഇരിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. എങ്കിലും പലയിടത്തും പല വെള്ളപ്പൊക്കത്തിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ ചില വിശ്വാസ കുടുംബങ്ങളിലും അവരുടെ വഴിയിലൊക്കെ വെള്ളമാണ്. നമുക്ക് നടന്നു വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെയാണ്. എങ്കിലും ദൈവം അവരെ നടത്തുന്നു. അസുഖങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് പനിയുടെ അസ്വസ്ഥതകൾ വളരെയാണ്. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോഴും പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അത് വായിക്കും. ആ വിവരം കർത്താവ് പറഞ്ഞു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ കയറി പത്രോസിൻ്റെ അമ്മായിയമ്മയെ കണ്ടിട്ട് അവളുടെ കൈ തൊട്ടു, പനി വിട്ടു. സ്തോത്രം. അപ്പോൾ പിടിച്ചുകൊണ്ടിരുന്ന എന്തോ വ്യക്തി അല്ലെങ്കിൽ എന്തോ പോരാട്ടമായിരുന്നു അല്ലേ. വിട്ടുവെങ്കിൽ വിടറ എന്ന് പറയുമ്പോൾ വിടുന്നൊരനുഭവം അല്ലേ. പിടിച്ചുകൊണ്ടിരിക്കുക, കയ്യെ പിടിച്ചുകൊണ്ടിരിക്കുക, ശരീരത്തെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനോട് കർത്താവ് പറഞ്ഞു അല്ലേ. കർത്താവ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. കർത്താവ് തൊട്ടപ്പോൾ പിടിവിട്ടു. കർത്താവ് തൊട്ടപ്പോൾ മഞ്ചം നിന്നു. കർത്താവ് തൊട്ടപ്പോൾ കൂനിയായ സ്ത്രീയുടെ കൂന് മാറുവാനിടയായി. അപ്പോൾ ദൈവം തൊട്ടവരും ദൈവത്തെ തൊട്ടവരുമുണ്ട്. യാക്കോബിനെ ദൈവം തൊട്ടു, അനുഗ്രഹത്തിൻ്റെ അടയാളമായിരുന്നു അല്ലേ. ഇതുപോലെ ദൈവം നമ്മളെയും തൊടുവാനും തൊട്ടനുഗ്രഹിക്കുവാനും അടുത്തു വരുന്ന ഒരു സമയമാണ്. ചുറ്റിനും നോക്കുമ്പോൾ പ്രളയമാണ്, വെള്ളമാണ്, പ്രയാസങ്ങളാണ്, ഉപജീവനത്തിന് വഴിയില്ല, ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും കർത്താവിന് ഒന്നും അസാധ്യമല്ലല്ലോ. നമ്മളെ ജീവിപ്പിക്കാനും ഉദ്ധരിപ്പാനും ഉയർത്തുവാനും അനുഗ്രഹിപ്പാനും നിമിഷനേരം മതി. കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഞൊടിനേരത്തിനുള്ളിൽ അത് നമുക്ക് സംഭവിക്കും. അപ്പോൾ ആ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് പിടിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും വിടിവിച്ച് ദൈവകൃപയിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടതിന് ദൈവം നമ്മളെ സഹായിപ്പാൻ കൂടെയുണ്ട്. അവൻ നമ്മുടെ വീട്ടിനകത്ത് വന്നിരിക്കുന്നു, വിടുതലായിരിക്കുന്നു.